അനീഷിനെ മറ്റേ പ്രപ്പോസൽ സീൻ ഉണ്ടാവുന്നു നൈസായിട്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടിരിക്കുക കള്ളൻ. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പും പിടിച്ചിരുന്നോ? ഹാർഡ് കോർ ഫാൻസ് തന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ സീൻ ഉണ്ടായാൽ അത് ഏത് രീതിക്ക് എടുക്കുന്നതാണ് പറയാൻ പറ്റില്ല. അനീഷ് കപ്പടിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഉടുത്തിരിഞ്ഞു വന്നപ്പോൾ മുതൽ ഈ പറഞ്ഞ സ്ഥിരമായിട്ട് അനുമോളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാനി അല്ലെങ്കിൽ ഇപ്പൊ പരിണാമം സംഭവിച്ച അക്ബർ ആർമികളും അനുമോൾ ആർമികളെല്ലാം അനീഷിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി തോമസ് ജോർജ് തോമസ് എന്താണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു സാധനം ഞാൻ പറഞ്ഞേ, ഞാൻ എൻ്റെ യൂട്യൂബ് സർക്കിളിലുള്ളവരെ കോൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. പിന്നെ ഞങ്ങള് നമ്മുടെ വിനുവിനായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ബിക്കോസ് വിനു എനിക്ക് ഇതിന് മുമ്പ്, അതായത് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അല്ലാത്ത പക്ഷെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള സോ കോൾഡ് PR പിന്നെ എനിക്ക് പരിചയമുള്ളത് ചിന്ത, നമ്മളുടെ ശ്രീരാജ് വാരത്തുങ്കൽ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ മറ്റേ പൂച്ചാണ്ട് കാട്ടിയിട്ടൊന്നും സീക്രട്ട് ഏജന്റിനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ജോർജിനോടാ പറയുന്നത്, ജോർജ് തീരും. ഇങ്ങനത്തെ ടീംസ് ഈ പോലെ ഇങ്ങനെ എന്താ പറയുക, മണ്ടും ചാണകമല്ലാതെ ഇങ്ങനെ 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 ഉള്ളൂ. ഇതിനപ്പുറം ഇല്ല. 2 സ്റ്റിക്കറും 4 എഴുത്തും, ശബ്ദം പോലും പുറത്തിടാൻ പേടി. അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്, തിരുവനന്തപുരം സർക്കിളിൽ നിന്ന്. ശബ്ദം പുറത്തിടാൻ പേടിയാണ്. കാണുന്ന പോലെ അല്ല, ഗ്രൂപ്പിലുള്ള പോലെ അല്ല. ആളൊരു മുണ്ണേശ്വരനാണെന്നുള്ളത്. ജോർജെ, എല്ലാരോടും താളറക്കണ പോലെ എന്നോട് ഇറക്കാൻ നിൽക്കരുത്. ഡോഗിനെ വിട്ടുപിടിച്ചോ, അന്നെ ഞാൻ മാറ്റി പിടിക്കും. ഡോഗിനെ വിട്ടുപിടിച്ചില്ലേ ഞാൻ വീട്ടിൽ വന്നിരിക്കും. ജോർജിന് ഇത് വെല്ലുവിളിയാണ്. ഇത് എവിടെ വേണേ വെച്ചോ, ജോർജിന് ഞാൻ തരും. ഗെയിം കളിക്കുന്ന അനീഷാണ്, സംസാരിക്കുന്ന ഞാനാണ്. എൻ്റെ ഡോഗിനായിട്ട് കൊണ്ടുവരണ്ട. അങ്ങനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞോ, വീട്ടിൽ വന്നിരിക്കും ജോർജ്. എടാ, സീക്രട്ട് ഏജന്റ് ഡീഗ്രേഡ് ചെയ്താൽ തീരുന്ന ചീട്ട് കൊട്ടാരാണോ അനീഷിന്റെ സാമ്രാജ്യം? അത്രേ ഉള്ളൂ? അത്രേ എന്റെ PR വില ഉള്ളൂ തോമസേ? അയ്യേ, ഇങ്ങനെ നാളം കെടുത്തല്ലോ കേട്ടോ, കഷ്ടാണ്. ഇങ്ങനെ സ്വയം മാറാൻ നിൽക്കരുതേ. ഒരു സീക്രട്ട് ഏജന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നു. വിനുവിനെ ഉറപ്പിച്ചോ? വിനു ഓക്കെ, വിനു 10, 16, 13 ലക്ഷത്തിന് പഴയിരിക്കുന്ന വലിയ PR ആണ്. നമ്മളെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടോടാ അനീഷിനെ. എന്താ പറയുന്നത്, രാജാവല്ലേ തോമസ് ജോർജ്. ഞാൻ ഉച്ചയ്ക്ക് എക്സ്പോസ് ആക്കിയതല്ലേ. 5 നയാ പൈസക്ക് പണിയെടുക്കാറിയാത്ത ഒരുത്തരാണ് അനീഷിന്റെ ആർമിക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞല്ലോ. എന്നിട്ടാണ് കുളിപ്പില്ലല്ലോ മോനെ. ഞാൻ അതാലോചിച്ച് നോക്കും. നല്ല ഒരു തൊലിക്കെട്ടി ലോക മേടിച്ചു കുടിക്കും. എന്ത് പറയാനാണ്. നാളെ ഒരു സോപ്പും കട്ടയായിട്ട് ഇറങ്ങിക്കോ. അനീഷിനെ മറ്റേ പ്രപ്പോസൽ സീൻ ഉണ്ടാവുന്നു നൈസായിട്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടിരിക്കുക കള്ളൻ. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പും പിടിച്ചിരുന്നോ? ഹാർഡ് കോർ ഫാൻസ് തന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ സീൻ ഉണ്ടായാൽ അത് ഏത് രീതിക്ക്